ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ദേവ്ഗൺ നായകനായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത് ജൂലൈ 10 വെള്ളിയാഴ്ച എത്തിയിലെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ചിത്രത്തിൽ അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫരി, രവി കിഷൻ, സഞ്ജയ് മിശ്ര എന്നിവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച 4,65,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 13 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 81,46,00,000 രൂപയാണ്. വിദേശത്ത് 13,85,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 95,35,00,000 രൂപയാണ്. 135 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 81 കോടി രൂപയ്ക്കാണ്. ജൂലൈ 10 വെള്ളിയാഴ്ച എത്തിയിലെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന തെലുങ്ക് സിനിമയാണ് ലെനിൻ. മുരളി കിഷോർ അബ്ബാരു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് 4-ാം ദിവസം കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയും മികച്ച ബുക്കിംഗാണ് ബുക്ക് മൈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 5,000-6,000 ടിക്കറ്റുകൾ വരെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരുമ്പോൾ ആന്ധ്രയിൽ നേടിയെടുത്തിരിക്കുന്നത് 14,51,00,000 രൂപയാണ്. തെലങ്കാനയിൽ 13,21,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 3,04,00,000, തമിഴ്നാട്ടിൽ 36 ലക്ഷം, ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 30 ലക്ഷം എന്നിങ്ങനെ 31,42,00,000 രൂപയാണ് ഇന്ത്യ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $7,89,000 അതായത് $7,55,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 38,97,00,000 രൂപയാണ്. 24,80,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ നിലവിൽ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 19,52,00,000 രൂപയാണ്. ആകാശ് ഭാസ്കരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതയം മുരളി. അഥർവ, പ്രീതി മുകുന്ദൻ, കയാദവ് ലോഹർ എന്നിവർ അഭിനയിച്ച ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ക്യാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 6,70,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 18,25,000 രൂപയാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 3,60,00,000 രൂപയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് സിനിമ തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത് 9,07,00,000 രൂപയാണ്. കർണാടകയിൽ 1,06,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 3 ലക്ഷം ഉൾപ്പെടെ 10,44,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $3,80,000 അതായത് 3,62,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് 14,06,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 4K റീ റിലീസായി വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കിരീടം. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 7,30,000 രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ 16,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 80,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 17,30,000 രൂപയുമാണ്. ഗബ്ബാദ് കുണ്ട് എന്ന മറാഠി സിനിമയുടെ 24 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ മഹാരാഷ്ട്രയിൽ കളക്ട് ചെയ്തത് 8,25,00,000 രൂപയാണ്. ഇതിൽ 4,91,00,000 രൂപയും കളക്ട് ചെയ്തത് മുംബൈയിൽ നിന്നാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 8,26,00,000 രൂപയുമാണ്. 6 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് 3,86,00,000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ബേബി ഡു ഡൈ ഡു എന്ന ബോളിവുഡ് സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ മഹാരാഷ്ട്രയിൽ 1,60,00,000, ഡൽഹിയിൽ 1,45,00,000, ഗുജറാത്തിൽ 61 ലക്ഷം, രാജസ്ഥാനിൽ 24 ലക്ഷം, കർണാടകയിൽ 69 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 5,60,00,000 രൂപയാണ്. 10 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് 2,57,00,000 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി കിട്ടിയിട്ടുള്ളത്. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മദർ പ്രോമിസ് എന്ന കന്നഡ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ 1,66,00,000 രൂപയാണ് കന്നഡയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളത്. ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 81,95,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.